channel ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്. അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മുറുക്കായിട്ടാണ്. ദീപാവലി ആവാറായി. രണ്ടാഴ്ചയുള്ളൂ ഇനി ദീപാവലിക്ക്. അപ്പോൾ ഇനി തൊട്ടിട്ട് ദിവസങ്ങളിൽ രണ്ടാഴ്ചയും ഞാൻ ദീപാവലി സ്പെഷ്യൽ റെസിപ്പീസ് ആണ്, സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഒരു ഗാർലിക് മുറുക്കാണ്. വെളുത്തുള്ളി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മുറുക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ നോക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ കാണിക്കുന്നത് കുഞ്ഞു വേർഷനാണ്, അതായത് മിനി മുറുക്കാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ അഭിപ്രായം കമന്റ് ബോക്സിൽ എന്തായാലും ഇടണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മുറുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഗാർലിക് മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗാർലിക് മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഉഴുന്ന് പൊടി വേണം. അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മാവിൽ മിക്സ് ചെയ്തിട്ടാണ് മുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉഴുന്ന് പൊടി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണ്ടതൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള ഉഴുന്ന് ഒരു കുഞ്ഞു പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുകയാണ്. എണ്ണയൊന്നും ഇല്ലാതെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. നമുക്ക് ഉഴുന്ന് പൊടി ആക്ച്വലി ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ മതി. പക്ഷേ കുറച്ച് എക്സ്ട്രാ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അഥവാ എങ്ങാനും പോരാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അല്ലെങ്കിൽ 1.5 വലിയ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മണം വരണ്ട കേട്ടോ ഉഴുന്നിൻ്റെ. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് ചൂടാറാൻ വെക്കുകയാണ്. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല, നല്ല ഫൈൻ പൗഡറായിട്ട് വരണം. കാരണം നമുക്ക് സേവനാഴി കൂടെ പിഴിഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ഒട്ടും പൊടി പാടില്ല, ഒട്ടും തരി പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഉഴുന്ന് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മിക്സിയുടെ ജാറിലാണ് പൊടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ പൊടിക്കുമ്പോൾ എല്ലാം ഒന്നും പൊടിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അതൊന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് ചലിച്ചിട്ടാണ് ഈ കുഞ്ഞു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടുള്ള പൗഡർ മാത്രമേ വരുള്ളൂ. നല്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മേലെ തങ്ങി നിന്നോളും. ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് ചലിച്ചെടുക്കുകയാണ്. കാരണം നമുക്ക് സേവനാഴി കൂടെ പിഴിഞ്ഞെടുക്കണ്ടല്ലേ, അതുകൊണ്ട് കണ്ടോ. ഇത് ഞാൻ മാറ്റുകയാണ്. ഒന്നല്ലെങ്കിൽ കളയാം, ഇല്ലെങ്കിൽ വേറെ റെസിപ്പിക്കോ അരി ഉഴുന്ന് അരയ്ക്കുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും ഞാൻ ചലിച്ചിട്ട് എടുക്കാൻ പോവാണ്. നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉഴുന്നിൻ്റെ പൊടി മുറുക്കിൻ്റെ മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ബാക്കിയെല്ലാം എടുത്ത് വച്ചിരിക്കുകയാണ്, ഇൻഗ്രീഡിയൻസ് എല്ലാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് 1 ടേബിൾ സ്പൂൺ ഞാൻ അളന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് പറയാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. അതിന് മുമ്പായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് മുറുക്കാണ്. അപ്പോൾ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഞാനിവിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത്, അല്ലി. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ട്. വലുതാണെങ്കിൽ ഒരു 3-4 മതിയാവും. ഇത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പൾസിലിട്ട് എടുക്കാൻ പോകണം. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് വരും. കാരണം ഇത് നമുക്ക് അരയ്ക്കാൻ പറ്റില്ല ഈ മിക്സിയുടെ ജാറിൽ. എന്നിട്ട് ഞാനതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുകയാണ്. ഈ വെള്ളം തന്നെ നമുക്ക് കുഴയ്ക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ വെളുത്തുള്ളി വെള്ളമാവും. അപ്പോൾ ആ മുറുക്കിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ട് വരും. കണ്ടോ, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല, വെളുത്തുള്ളി ഒന്നും കാണുന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഫ്ലേവർ വരും. ഞാൻ അതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല വെളുത്തുള്ളി ഫ്ലേവറുള്ള വെള്ളം കിട്ടും. ഓക്കെ, ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നത്. പിന്നെ എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ നമുക്ക് അല്ലാതെയുള്ള വെള്ളം എടുത്തിട്ട് കുഴച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1/2 കപ്പ്. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്.
കാരണം കുറേ ദിവസമായി ഞാൻ ഈ മുറുക്ക് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ പ്രാവശ്യമായി ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പം 1 കപ്പ് അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത 1 ടേബിൾ സ്പൂൺ ഉഴുന്നിൻ്റെ പൊടി, ഒരു നുള്ളു കായം, ഒരു 1/4 ടീസ്പൂൺ വരണ മാതിരി അയമോദകം അതായത് അജ്വൈൻ, പിന്നെ ഒരു 1/4 ടീസ്പൂണിന് കുറച്ചുകൂടെ ജാസ്തി എടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി മുളകും പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് നല്ല ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ആക്കാം. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പാണ്. ഇത് പിങ്ക് ഹിമാലയൻ സോൾട്ട് ആണ്, അതുകൊണ്ടാണ് പിങ്ക് കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഫുഡി ടോക്കിൽ കൂടെ ഷെയർ ചെയ്യാം, ഈ പിങ്ക് ഹിമാലയൻ സോൾട്ടിനെ പറ്റിയിട്ടുള്ളത്. നമുക്കിത് ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ വെണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ വെണ്ണ, ബട്ടർ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മെൽട്ടായിട്ടുണ്ട്. നെയ്യായിട്ടില്ല, ജസ്റ്റ് ഒന്ന് മെൽട്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം, ചൂടുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എണ്ണയെക്കാട്ടിലും ഈ ഗാർലിക് മുറുക്കിന് ടേസ്റ്റ് വെണ്ണയാണ്, ബട്ടറാണ്. ഓക്കെ, അപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളമായാലും പ്രശ്നമാണ്, ഒട്ടും വെള്ളം പോരാതെ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, പിഴിഞ്ഞ് നോക്കണ സമയത്ത് പൊട്ടിപ്പോവരുത് മാവ്. പൊട്ടി വിട്ട് വരികയാണെങ്കിൽ മാവിന് വെള്ളം പോരാ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മുറുക്കിൽ നന്നായിട്ട് എണ്ണ പിടിക്കും. അപ്പം ഞാൻ ആ വെളുത്തുള്ളി അരച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കട്ടെ, ചിലപ്പോൾ ഇത് മതിയാവും. പോരെങ്കിൽ നമുക്ക് അല്ലാതെ ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടോ, വെള്ളം പോരാ ഉണ്ട്, ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ആഡ് ചെയ്താൽ മതി, 1-2 ടീസ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി തന്നെ, പക്ഷെ അത്ര നമ്മൾ ഒരുപാടിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം ഒന്നിച്ച് വന്നാൽ മതി. അത്രയും സോഫ്റ്റ്നെസ് വേണം, നമ്മൾക്ക് ചപ്പാത്തിക്ക് മാവ് എടുത്ത മാതിരിയുള്ള സോഫ്റ്റ്നെസ് വേണം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും മുറുക്ക്. വെള്ളം പോരാതെ വന്നു കഴിഞ്ഞാൽ മുറുക്ക് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല, എന്നാൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻസി, ഒരു ഡോ മാതിരി. ഓക്കെ, അപ്പം ഇനി നമുക്കൊന്ന് മാവൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സേവനാഴിയിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞ് നോക്കാം കറക്റ്റാണോ കൺസിസ്റ്റൻസി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സേവനാഴിയിൽ ഒരുപാട് ചില്ലുകൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റാർ മുറുക്ക് ഉണ്ടാക്കുന്ന ചില്ല്, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ചില്ല്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തിൻ്റെക്കാട്ടിലും കുറച്ചുകൂടെ വലിയ ഓട്ടയുള്ള ചില്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഒന്ന് ഇട്ടിട്ട് ഇതിൽ തന്നെ ഒന്ന് പിഴിഞ്ഞ് നോക്കാം കറക്റ്റായിട്ട് വരണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ കാണിച്ചിരുന്നത് മിനി ഗാർലിക് മുറുക്കാണ്. അപ്പോൾ നമുക്ക് ആ മിനി കുഞ്ഞു മുറുക്കല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, 1 രൂപ 2 രൂപ സൈസിലുള്ള കോയിൻ മുറുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചില്ല് കൂടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ മുറുക്കേ വരുള്ളൂ. അപ്പോൾ അത് മിനി മുറുക്കാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ്, വലിയൊരു നീളത്തിലൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ചില്ലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നടുവിൽ കാണുന്ന ആ ഒരു 5 ഓട്ട മാത്രം ഒരു പപ്പടം കുത്തിക്കൊണ്ടോ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അതിൽ കൂടെ മാത്രമേ നമുക്ക് മാവ് വരുള്ളൂ. നല്ല ഭംഗിയാണ് ആ മിനി മുറുക്ക് കാണാൻ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ല ഇങ്ങനെ മിനി മുറുക്കൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആ പ്ലാസ്റ്റിക് റാപ്പ് ചില്ലിലൊന്ന് പൊതിഞ്ഞു.
എന്നിട്ട് അത് അടച്ചു. സേവനാഴി അടച്ചിട്ടുണ്ട്. അടിയിലും ആക്ച്വലി പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് മാവ് ഇട്ടിട്ട ശേഷം അടിയത്തെ റാപ്പ് ഒന്ന് കളയാം. കാരണം അടിയത്തെ റാപ്പ് പൊട്ടിപ്പോവും, പെട്ടെന്ന് കീറി വരുന്നുണ്ട്. അതുകൊണ്ട് മേലെയാണ് ശരിക്കും പ്ലാസ്റ്റിക് റാപ്പ് വേണ്ടത്. പ്ലാസ്റ്റിക് റാപ്പ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള സാധനമാണ്, തമ്മിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സൈഡും ഒട്ടിച്ച് വെച്ചത്, പൊതിഞ്ഞ് വെച്ചത്. ഓക്കെ, കണ്ടോ, നടുവിലുള്ള ഈ 5 ഓട്ടയാണ് നമുക്ക് കുത്തിയെടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ പുറത്തുനിന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും കുത്തുമ്പോൾ ഉള്ളിൽ നിന്ന് വേണം കുത്താൻ. കുറേ ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം ആണ് ഈ ടെക്നിക്ക് കണ്ടുപിടിച്ചത് കേട്ടോ. കുറേ ദിവസം പോയിട്ട് ഞാൻ മുറുക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, നടുവിലുള്ള 5 ഓട്ടയും ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്നുള്ളത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് നോക്കാം. അപ്പോൾ സേവനാഴി അടയ്ക്കുക. കണ്ടോ, ഞാൻ ആ അടിയിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് റാപ്പ് എടുത്ത് മാറ്റി. ഒന്ന് ഒരു കത്തി കൊണ്ടൊന്ന് കീറിക്കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ കണ്ടോ, ആ 5 ഓട്ടയിൽ നിന്നും മാത്രമേ വരുന്നുള്ളൂ. കണ്ടോ, മുറിഞ്ഞു പോവാതെ നല്ല ഫ്ലോയിൽ വരുന്നുണ്ട്. അപ്പം ഈ കൺസിസ്റ്റൻസി കറക്റ്റാണ്. നിങ്ങൾ അതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി ശരിക്കും മാവ് സേവനാഴിയിൽ നിറച്ചിട്ട് മുറുക്ക് പിഴിയാം. നല്ല എക്സ്പേർട്സ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് ചീനച്ചട്ടി ചൂടാക്കി എണ്ണ ചൂടാക്കി കഴിഞ്ഞ ഉടനെ ഡയറക്റ്റായിട്ട് പിഴിയാം. ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ഈസി വേ ആണ്. ഞാനൊരു നമ്മുടെ ചോറൊക്കെ വാങ്ങുന്ന കയ്യിലില്ലേ, ആ കയ്യിലേക്ക് കൈയിൻ്റെ ബാക്ക് വശത്തേക്ക് പിഴിഞ്ഞു കൊടുക്കണം കുഞ്ഞു മുറുക്ക്. കണ്ടോ, ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഇടാനും എണ്ണയിലോട്ട് ഇടാനും വളരെ ഈസി ആയിരിക്കും. ഇതേപോലെ 2-3 കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞു മുറുക്ക് ഉണ്ടാക്കുക. കാരണം ഒരുപാട് വലുതുണ്ടാക്കി കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് നേരം എണ്ണയിലിട്ട് ഫ്രൈ ആവും, ചിലപ്പോൾ കളറ് മാറും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എണ്ണ എപ്പോഴും ചൂടാക്കുമ്പോൾ മീഡിയം ഹീറ്റിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും മുറുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മുറുക്കാവില്ല, ബ്രെഡ് ആവും. ഓക്കെ, എനിക്കതൊക്കെ അങ്ങനത്തെയൊക്കെ അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ട് പറഞ്ഞു തന്നാണ്. അപ്പോൾ അതാ ഇതേപോലെ മുറുക്ക് പിഴിഞ്ഞെടുക്കുക. ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. 2 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഇടാൻ പോവുകയാണ്. ഇട്ടുടനെ ഇങ്ങനെ പതഞ്ഞ് വരും. കുറച്ച് കഴിഞ്ഞാൽ ഈ പത സ്ലോലി ഇല്ലാതാവും. അപ്പോൾ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മുറുക്ക് വാങ്ങാറായി എന്നുള്ളത്. ഒരുപാട് വെക്കരുത്, കളറ് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് എല്ലാം പോവും. അപ്പോൾ കണ്ടോ, അപ്പോൾ പതഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പതയൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് കോരി മാറ്റി. ഞാനൊരു അരിപ്പയിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട്, വിരിച്ച് വെച്ചിട്ടുണ്ട് എക്സ്ട്രാ എണ്ണ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം എങ്ങാനും കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വറുക്കുന്ന സമയത്ത് ഈ എണ്ണ മുഴുവൻ മുറുക്ക് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ എണ്ണയുടെ ടേസ്റ്റ് നല്ലോണം വരും. ഓക്കെ, അത് മാത്രം ഒന്ന് മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി. കണ്ടോ, പദമെല്ലാം നിന്നത്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പം ഞാനിപ്പോൾ ചെറിയ ചീനച്ചട്ടിയാണ്, അതുകൊണ്ട് ഞാനൊരു 3-4 അറ്റ് എ ടൈം ഇടുന്നുള്ളൂ. അപ്പം പാനിൻ്റെ അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടെണ്ണം ഇട്ടിട്ട് കുത്തി നിറയ്ക്കണ്ട. അപ്പോൾ ആദ്യത്തെ ആയിട്ടുണ്ട്. നമുക്ക് കോരി ടിഷ്യൂ പേപ്പറിലോട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റാം. കണ്ടോ, പതയൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ വാങ്ങുകയാണ് മുറുക്കായി. കണ്ടോ, നല്ല ക്രിസ്പി മുറുക്കായിട്ടുണ്ട്. ശരിക്കും ബേക്കറിയിൽ കിട്ടുന്ന മാതിരിത്തെ മുറുക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗാർലിക് മുറുക്ക്. അപ്പോൾ ഇതേമാതിരി ഞാൻ ബാക്കിയുള്ളതും പിഴിഞ്ഞ് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം വറുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം.
അടുത്ത ബാച്ച് ഞാൻ ഇടുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ചീനച്ചട്ടിയിൽ ഞാൻ ഇടുന്നത് 3-4 ഇടുന്നുള്ളൂ. മിനി മുറുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് ഒന്നും ചുറ്റണ്ട കേട്ടോ, അല്ലാതെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വലിയ മുറുക്കായി വരും. അത്രേ ഉള്ളൂ. കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ മിനി മുറുക്ക് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇതാ ഫസ്റ്റ് ബാച്ച് നമ്മൾ എടുത്തത് ആയിട്ടുണ്ട്. ഇതെല്ലാം ആവട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ മുറുക്ക് റെഡിയായി. എല്ലാ ബാച്ചും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ദീപാവലി റെസിപ്പി ആയിട്ട്. സ്വീറ്റാണ് ഞാൻ നാളെ ചെയ്യാൻ പോകുന്നത്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.